സുബൈർ പീഡിയക്കൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷുക്കൂർ സലാഹി, സംസ്ഥാന ട്രഷറർ ജംഷീർ ഫാറൂഖി, സംസ്ഥാന സെക്രട്ടറി ബരീർ അസ്ലം, വൈസ് പ്രസിഡന്റുമാർ ജലീൽ മാമാങ്കര, ഷാഹിദ് മുസ്ലിം ഫാറൂഖി എന്നിവരാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. കൗൺസിൽ തീരുമാനങ്ങളെ സംബന്ധിച്ച് പ്രസിഡന്റ് നിങ്ങളോട് സൂചിപ്പിക്കും. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമസ്കാരം. ISM സംസ്ഥാന കൗൺസിലാണ് ഇപ്പോൾ അവസാനിച്ചിട്ടുള്ളത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ISM സംസ്ഥാന സമിതിയുടെ കൗൺസിൽ അംഗങ്ങളുടെ സംഗമമാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞത്. ഈ കൗൺസിലിൽ ഏറെ ശ്രദ്ധേയമായ ചില തീരുമാനങ്ങളുമായിട്ടാണ് ISM മുന്നോട്ട് പോകുന്നത്. ISMനെ സംബന്ധിച്ചിടത്തോളം ഏവർക്കും അറിയാം, കേരള മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമായ കേരള നദുവത്തുൽ മുജാഹിദീന്റെ യുവ ഘടകമാണ്, പോഷക ഘടകമാണ് ISM. അതുകൊണ്ട് തന്നെ കേരളത്തിൽ എല്ലാ അർത്ഥത്തിലുള്ള നന്മകളുമായി ചേർന്ന് നിൽക്കുകയും അതേസമയം സമൂഹത്തെ ബാധിക്കുന്ന തിന്മകൾക്കെതിരെ ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന യുവജന കൂട്ടായ്മയാണ് ISM. ഇപ്പോൾ ഈ സംസ്ഥാന കൗൺസിലുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണർത്താനുള്ള പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട അന്തിമ പ്രവാചകനാണ്. ആ മഹാപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, ആ പ്രവാചക ജീവിതത്തെക്കുറിച്ച്, പ്രവാചകൻ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ച ഉന്നതമായ മാനവ മൂല്യങ്ങളെക്കുറിച്ച് കേരളീയ പൊതുസമൂഹത്തെ പഠിപ്പിക്കാനും കേരളീയ പൊതുസമൂഹത്തിന്റെ ഹൃദയത്തിലേക്ക് പ്രവാചക ജീവിതത്തെ പകർന്നു നൽകുവാനും വേണ്ടി ഏറെ ശ്രദ്ധേയമായൊരു ക്യാമ്പയിനിന് ഞങ്ങൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആ ക്യാമ്പയിന്റെ പ്രമേയം, തലക്കെട്ട് ഇപ്രകാരമാണ്: മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവ മൂല്യങ്ങളുടെ നേർസാക്ഷ്യം എന്നാണ് അതിന്റെ പ്രമേയം. ഇതിന്റെ ഭാഗമെന്നോണം ഡിസംബർ വരെയാണ് നമ്മുടെ ഈ ക്യാമ്പയിൻ കാലാവധി. ഇതിനിടയിൽ കേരളത്തിലെ മുഴുവൻ യൂണിറ്റുകളിലും മണ്ഡലങ്ങളിലും മണ്ഡലം സമ്മേളനങ്ങളും യൂണിറ്റ് സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും ഇതിന്റെ ഭാഗമെന്നോണം നടക്കും. കൂടാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകൾ സമൂഹത്തിൽ വ്യാപകമായി വിതരണം ചെയ്യും. കൂടാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ വിവിധ വശങ്ങൾ പരിചയപ്പെടുത്തുന്ന വ്യത്യസ്തങ്ങളായ പുസ്തകങ്ങൾ കേരളീയ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. കൂടാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഉന്നയിക്കപ്പെട്ട അല്ലെങ്കിൽ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾക്ക് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മറുപടി നൽകുക എന്ന ഉത്തരവാദിത്വ നിർവഹണവും കൂടെ ഈ ക്യാമ്പയിന്റെ ഭാഗമെന്നോണം നടക്കുന്നുണ്ട്. കൂടാതെ കേരളീയ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് വിവിധ മത, ജാതി, വർഗ, വർണ്ണ വിഭാഗ സഹോദരങ്ങൾക്കിടയിലേക്ക് കടന്നു ചെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച മാനവ സാഹോദര്യത്തിന്റെ, ഐക്യത്തിന്റെ, ഇണക്കത്തിന്റെ, നന്മയുടെ സന്ദേശങ്ങൾ പകർന്നു നൽകുക കൂടി ഞങ്ങളുടെ ലക്ഷ്യമാണ്, താല്പര്യമാണ്. ഇതാണ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം, ഈ ക്യാമ്പയിന്റെ തന്നെ ഭാഗമായിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹരിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു മഹാപ്രവാചകനാണ്. കുല്ലു മുസ്കരിൻ ഹറാം, ലഹരിയെല്ലാം അർത്ഥത്തിൽ നിഷിദ്ധമാണ് എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നിപ്പോ കേരള ഗവൺമെന്റ് തന്നെ ഓപ്പറേഷൻ തൂഫാൻ എന്ന തലക്കെട്ടിൽ ശക്തമായി മയക്കുമരുന്നിനെതിരെ, ലഹരിക്കെതിരെ ശ്രദ്ധേയമായ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം, ഇന്നലെ സംസ്ഥാന ആഭ്യന്തര മന്ത്രിയാണ് നമ്മുടെ ഈ ക്യാമ്പയിന്റെ ഭാഗമെന്നോണം കരുതാം, കൈകോർക്കാം ലഹരിക്കെതിരെ എന്ന സംസ്ഥാന വ്യാപകമായി നമ്മൾ നടത്തി വരുന്ന ബോധവൽക്കരണ യജ്ഞത്തിന്റെ തുടക്കം കുറിച്ചത്. കേരളത്തിലെ 1000 കേന്ദ്രങ്ങളിലാണ് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രോഗ്രാമുകളായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമെന്നോണം യുവാക്കളെ സംഘടിപ്പിക്കുകയും പ്രത്യേകിച്ച് ടീനേജേഴ്സിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിന്റെ അപകടത്തെക്കുറിച്ച് ആഴത്തിൽ അവരെ ബോധവൽക്കരിക്കുകയും അവരെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അതിൽ അകപ്പെട്ട കുട്ടികളെ അല്ലെങ്കിൽ യുവാക്കളെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള വളരെ ബോധപൂർവമായ ഇടപെടലുകളും കൗൺസിലിങ്ങും ഒക്കെ ഞങ്ങൾ നടത്തി വരികയാണ്. അതിന്റെ ഭാഗമെന്നോണം വളരെ പ്രധാനപ്പെട്ട ചില ചുവടുവെപ്പുകളാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റുകൾ, സർക്കാരുകൾ അല്ലെങ്കിൽ മറ്റിതര സംഘടനകൾ ഇത്തരം സമൂഹത്തെ ബാധിക്കുന്ന, സമൂഹത്തിന്റെ നന്മയെ ലക്ഷ്യമിട്ട് നടത്തുന്ന നന്മകളുമായി ചേർന്ന് നിൽക്കുകയാണ് ISM.
അതുകൊണ്ട് ഈ ഭരണ സംവിധാനം അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ മുന്നോട്ട് വെച്ച ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന ഈ പദ്ധതി അല്ലെങ്കിൽ ഈ ഒരു സംവിധാനത്തെ പിന്തുണയ്ക്കുകയും അതിന്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് ISM. തുടർന്നും ഇത്തരം നന്മകളുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്താം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമുക്കിടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങൾ. അത് കഴിഞ്ഞ സർക്കാർ ഒപ്പിടുകയും ഇത്തവണത്തെ സർക്കാർ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടത് കൊണ്ട് തന്നെ അതിൽ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുകയും അതേസമയം അതിന്റെ വശങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു ഉപസമിതിയെ നിശ്ചയിക്കുകയും ചെയ്ത ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ISM ഇതിനെ നോക്കിക്കാണുന്നത്, അത് കേന്ദ്ര സർക്കാർ ആകട്ടെ കേരള സർക്കാർ ആകട്ടെ ഏത് ഗവൺമെന്റ് ആകട്ടെ, സമൂഹത്തെ എല്ലാ അർത്ഥത്തിലും സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടി അവർ മുന്നോട്ട് വെക്കുന്ന എല്ലാ പദ്ധതികളോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നതാണ് ISMന്റെ കാലമത്രയുമുള്ള നിലപാട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടും അതാണ്. അതേസമയം സമൂഹത്തെ ബാധിക്കുന്ന എല്ലാ അർത്ഥത്തിലുള്ള സാമുദായിക ഐക്യത്തെയും സൗഹാർദ്ദത്തെയും മതനിരപേക്ഷ മൂല്യങ്ങളെയും ബാധിക്കുന്ന ഏത് നടപടിക്രമങ്ങളാണെങ്കിലും അത് സർക്കാർ ആകട്ടെ മറ്റാരുമാകട്ടെ അവർക്ക് അല്ലെങ്കിൽ അത്തരം നിലപാടുകൾക്കെതിരെ പക്വതയോടെ പാകതയോടെ നിയതമായ മാർഗത്തിൽ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുക എന്നതുകൂടിയാണ് ഇക്കാലം അത്രയും ഈ പ്രസ്ഥാനം സ്വീകരിച്ചു വന്ന നയ നിലപാടുകൾ. അതുകൊണ്ട് തന്നെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിലനിൽക്കുമ്പോൾ ആ ആശങ്കകൾ മാറ്റിക്കൊടുക്കുക എന്ന ഉത്തരവാദിത്വം ഭരിക്കുന്ന ഭരണകൂട സംവിധാനങ്ങൾക്കുണ്ട്. മാത്രമല്ല, ഇപ്പോ അതിനുവേണ്ടി ആ വിഷയം പഠിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ഉപസമിതി വിഷയങ്ങൾ ആഴത്തിൽ പഠിച്ച് കേരളത്തിന്റെ മത സാമുദായിക മൂല്യങ്ങളെയും അതേപോലെ തന്നെ മതനിരപേക്ഷ തത്വങ്ങളെയും ബാധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായിരുന്നാലും കേരളത്തിന്റെ മണ്ണ് ഐക്യത്തിന്റെ മണ്ണാണ്, സൗഹൃദത്തിന്റെ മണ്ണാണ്, സാഹോദര്യത്തിന്റെ മണ്ണാണ്, മതനിരപേക്ഷതയുടെ മണ്ണാണ്. അതിന് പോറലേൽക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പോറലേൽക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ആശങ്കകൾ അകറ്റുക എന്നത് യഥാർത്ഥത്തിൽ സർക്കാരിന്റെ ഭരണകൂടത്തിന്റെ, അത് സംസ്ഥാന സർക്കാർ ആകട്ടെ കേന്ദ്ര സർക്കാർ ആകട്ടെ അവരുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. നമുക്ക് ഐക്യത്തോടെ ഇണക്കത്തോടെ തോളോട് തോൾ ചേർന്ന് നിന്ന് കൈകളോട് കൈകൾ ചേർത്ത് പിടിച്ച് നമ്മുടെ നാടിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് പണിയെടുക്കാം. നമ്മുടെ ഐക്യത്തിന് വിഘാതമാകുന്ന നടപടിക്രമങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാം. ആശങ്കകൾ ഉണ്ടെങ്കിൽ ആ ആശങ്കകൾ തീർത്ത് നന്മയോടെ മുന്നോട്ട് പോകണമെന്നാണ് ഈ വിഷയത്തിൽ ISMന് വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ പ്രസക്തമായ 3 കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കണമെന്ന് വിചാരിച്ചത്. അതാണ് ഇവിടെ വ്യക്തമാക്കിയത്. പ്രതിപക്ഷത്തിൽ ഇന്നപ്പോ പിൻവലിക്കുമെന്ന് പറഞ്ഞാണ് ഇപ്പോഴത്തെ അധികാരത്തിലാണെങ്കിലും കോൺഗ്രസ് ഒക്കെ വന്നത്. ഇപ്പോൾ അവരൊരു സമാന്തരം കാണിക്കുകയാണ്. പിൻവലിക്കണമെന്ന നിലപാട് ഉണ്ടോ പൊതുവെ? തീർച്ചയായും. കാരണം ഭരണസമിതി കഴിഞ്ഞ ഭരണകൂടം ഇത് ഒപ്പിട്ടപ്പോ അന്ന് പ്രതിപക്ഷത്തിരുന്ന ആളുകൾ അത് പിൻവലിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടതാണ്. അതിന്റെ ഗൗരവത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളീയ പൊതുസമൂഹം ഇന്ന് അതിനെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ അത്തരം ഒരു ആശങ്കയോടെ അത് നോക്കിക്കാണുമ്പോൾ ആ ആശങ്ക മാറ്റുക എന്ന ഉത്തരവാദിത്വം ഇന്നത്തെ ഭരണകൂടത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം പഠിക്കാനും വളരെ കൃത്യമായി ആ വിഷയത്തെ പഠനവിധേയമാക്കാൻ വേണ്ടി ഒരു ഉപസമിതിയെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഉപസമിതിയിൽ സർക്കാരിന്റെ ഈ നിലപാടിൽ ISMന് പ്രതീക്ഷയുണ്ട്. പദ്ധതി നടപ്പാക്കുമെന്നാണ് സർക്കാരിന്റെ എത്തേണ്ടത്. നടപ്പാക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ട് വാദങ്ങളാണ് പറയുന്നതിന്. ഒന്ന്, ഒപ്പിട്ട് പോയി മരവിപ്പിച്ചു എന്നുള്ള കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മരവിപ്പിച്ചു എന്നുള്ള വാദം ഇരിക്കില്ല. ഒപ്പിട്ട് പോയതുകൊണ്ട് തന്നെ പിൻവാങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് ഈ സംഘടന എങ്ങനെ കാണുന്നത് അതിനെ കുറിച്ച്? തീർച്ചയായും ഞങ്ങളതിനെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ വിഷയത്തെ വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് കഴിഞ്ഞ സർക്കാർ ഈ വിഷയം കൊണ്ടുവന്നപ്പോൾ ഇവിടുത്തെ മതേതര പക്ഷത്തുള്ള മുഴുവൻ സംഘടനകളും നോക്കിക്കണ്ടത്. ISM അതിന് കൃത്യമായ പ്രതികരണം അന്ന് തന്നെ ഞങ്ങൾ നൽകിയിരുന്നു. ഈ സർക്കാർ വരുമ്പോൾ അത് പിൻവലിക്കുമെന്ന ഉറപ്പും അന്ന് നൽകിയിരുന്നു. എന്നാൽ ഇവിടെ ഒപ്പിട്ടില്ല, 2 വശങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് സാങ്കേതികമായ അതിന്റെ കാര്യകാരണങ്ങളെ കുറിച്ചുള്ള വ്യക്തതകൾ കുറച്ചുകൂടി കഴിഞ്ഞാലേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പൊ ഉപസമിതിയെ നിശ്ചയിക്കുകയും ഉപസമിതിക്ക് മുന്നിൽ ഓരോരുത്തരും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സമയമാണ്. ഞങ്ങൾ ഞങ്ങളുടെ വികാരങ്ങളും അതുപോലെ തന്നെ ഇതിലുള്ള ആശങ്കകളും കൃത്യമായി ഉപസമിതിയെ അറിയിക്കുകയും ഉപസമിതിയുടെ തീരുമാനം വന്നതിന് ശേഷമാണ്, അല്ലെങ്കിൽ ആ തീരുമാനം വരുന്ന സമയത്താണ് നമുക്ക് ഇതിൽ തീവ്രമായി പ്രതികരിക്കേണ്ടതുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിലേക്ക് നമുക്ക് കൂടിയാലോചന നടത്തി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ.
ഇപ്പോൾ നിലവിൽ ഇതിൽ ആശങ്കകളുണ്ട്. ആ ആശങ്കകൾ പരിഗണിക്കാതെ ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പാടില്ല എന്നതാണ് ഞങ്ങളുടെ നിലപാട്. ഈ വിഷയത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ദൂരീകരിക്കണം. അതിൽ കൃത്യമായ നിലപാടുകളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയണം. എല്ലാവരെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മാത്രമേ ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. സാങ്കേതികമായ കാര്യങ്ങളല്ല അത്. ഒപ്പിട്ടില്ല എന്നുള്ള ആശങ്കകളും സാങ്കേതികമായ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ നമുക്ക് അതിൽ പ്രത്യേകിച്ച് അഭിപ്രായങ്ങൾ പറയാൻ കഴിയില്ലല്ലോ. അതുപോലെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ഈ തൂഫാനുമായി ബന്ധപ്പെട്ട അടുത്ത വെള്ളിയാഴ്ച ലോക ലഹരി വിരുദ്ധ ദിനമാണ് 26-ാം തീയതി, ജൂൺ 26. ജൂൺ 26-ന് കേരളത്തിലെ മുഴുവൻ ആയിരക്കണക്കിന് പള്ളികളിൽ ഇതിനെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കുക എന്ന ഒരു പദ്ധതി ഞങ്ങൾ നടത്തുന്നുണ്ട്. അടുത്ത വെള്ളിയാഴ്ചത്തെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പള്ളികളിൽ മുഴുവൻ ഇതിനെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണം ഉണ്ടാകുന്നതാണ്. ഇതാണ് ഈ വിഷയത്തിൽ ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള വിഷയങ്ങൾ. തീർച്ചയായും വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണ്. 1925 മഹാത്മാഗാന്ധി കേരളം സന്ദർശിച്ചപ്പോൾ പാലക്കാട് കോട്ടമൈതാനിയിൽ അടക്കം അദ്ദേഹം അന്നത്തെ പൊതുസമൂഹത്തെ അഭിമുഖീകരിച്ചപ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞൊരു കാര്യം മദ്യം നിരോധിക്കണമെന്നാണ്. അതിന്റെ തിന്മയെക്കുറിച്ചും അതുണ്ടാക്കുന്ന വിപത്തിനെ കുറിച്ചും ആഴത്തിൽ ബോധ്യമുള്ള നമ്മുടെ രാഷ്ട്രപിതാവ് അന്നേ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേ ആശയധാരയിലൂടെ മുന്നോട്ട് പോകുന്ന ഇന്ന് ഭരിക്കുന്ന ഭരണ സംവിധാനങ്ങൾ ആ ഗൗരവത്തിൽ ആ വിഷയത്തെ നോക്കിക്കാണണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ലഹരി എന്തുമാകട്ടെ, അത് വീര്യം കുറഞ്ഞാണെങ്കിലും വീര്യം കൂടിയതാണെങ്കിലും അത് എല്ലാ അർത്ഥത്തിലും മനുഷ്യരാശിക്ക് പ്രയാസകരമാണ് എന്നതൊരു വസ്തുതയാണ്. അതുകൊണ്ട് അത് മദ്യമാകട്ടെ, മയക്കുമരുന്നാകട്ടെ, MDMA ആകട്ടെ, ഇന്ന് കാണുന്ന പുതിയ കാലത്തെ പുതിയ രൂപത്തിലുള്ള ലഹരി വസ്തുക്കളാകട്ടെ, എല്ലാം നമ്മളെ പ്രയാസപ്പെടുത്തും. നമ്മുടെ മക്കളെയാണ് നശിപ്പിക്കുക. അത് ഏതെങ്കിലും ഒരു മതസമൂഹത്തിലെ കുട്ടികളെയോ ഒരു തലമുറയെ അല്ലല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയല്ലേ അത് ബാധിക്കുന്നത്. നമ്മൾ നെഞ്ചിൽ ചേർത്തി വളർത്തിയെടുത്ത നമ്മുടെ പൊന്നു മക്കളെയല്ലേ അത് ബാധിക്കുന്നത്. നമ്മുടെ കുട്ടികളെ നാശത്തിലേക്ക് വിട്ടുകൊടുക്കാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുക? അപ്പൊ അതുകൊണ്ട് വീര്യം കുറഞ്ഞതാകട്ടെ കൂടിയതാകട്ടെ നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ തലമുറ അതിലേക്ക് പോകാതെ സ്വബോധമുള്ള, ബോധ്യമുള്ള, കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ വിശകലനം ചെയ്യുന്ന, ദീർഘവീക്ഷണമുള്ള, ചിന്താശേഷിയുള്ള, അന്തസ്സുള്ള, അഭിമാനമുള്ളൊരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. അതിനെതിരെ, ലഹരിക്കെതിരെ നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി പണിയെടുക്കാം. അതുകൊണ്ട് ഈ വീര്യം കുറഞ്ഞത് വീര്യം കൂടിയത് എന്നതിൽ അർത്ഥമില്ല. വീര്യം കുറഞ്ഞാലും കൂടിയാലും ലഹരി തന്നെയാണ്. അത് നമ്മുടെ സമൂഹത്തെ ബാധിക്കും. അത്തരം നിലപാടുകളിൽ ഒരു ആഴത്തിലുള്ള ഒരു പുനർവിചിന്തനം ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്താം. വീര്യം കുറഞ്ഞതിന്റെ ഒരു പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് പുതിയ തലമുറയെ പുതുതായിട്ട് ആളുകളെ മദ്യാസക്തിയിലേക്ക് എത്തിക്കും. പുതിയ തലമുറയെ എത്തിക്കുന്നുള്ളതാണ് വീര്യം കുറഞ്ഞതിന്റെ അപകടമായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായും. അപ്പൊ അത് വളരെ വളരെ ഗൗരവമുള്ള വിഷയമാണത്. നമ്മുടെ കുട്ടികളെ നമ്മൾ ഈ ലഹരിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നെയും വീര്യം കുറഞ്ഞ ലഹരി കുട്ടികളുടെ മുന്നിൽ അവൈലബിൾ ആകുമ്പോൾ, അതും ചെറിയ പൈസക്ക് കിട്ടുന്ന സംവിധാനം ഉണ്ടാകുമ്പോൾ നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ അതിലേക്ക് പോകരുത്. നമ്മുടെ കുട്ടികളെ നമുക്ക് നഷ്ടപ്പെടരുത്. ആ കുട്ടികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടെയുള്ള സംഘടനകൾക്ക് മാത്രമല്ല, ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്, രാജ്യത്തിന്റെ ഉത്തരവാദിത്വമാണ്, രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്വമാണ്, രാഷ്ട്രം ഭരിക്കുന്ന ഭരണകക്ഷികളുടെ ഉത്തരവാദിത്വമാണ്. അത് നിർവഹിച്ചേ മതിയാവും. ഓക്കെ, അവസാനിപ്പിക്കല്ലേ? നമ്മൾ അതിൽ വളരെ സന്തോഷം. മാധ്യമപ്രവർത്തകർ ഞങ്ങളുടെ ഈ ഒരു ആശയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നതിനുള്ള സന്തോഷം അറിയിക്കുകയാണ്. ESMന്റെ നയനിലപാടുകളെ എക്കാലത്തും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് മാധ്യമങ്ങൾ. പ്രത്യേകിച്ച് പ്രസ്ഥാനത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും മാധ്യമങ്ങൾ ഞങ്ങളോട് ചേർന്ന് നിന്നിട്ടുണ്ട്. തുടർന്നും ESMന്റെ നിലപാടിനോടൊപ്പം ഉണ്ടാകണമെന്നും ഇത്തരം ഇന്നത്തെ വാർത്തകൾ അതോടൊപ്പം ഇനി വരുന്ന ESMന്റെ പ്രോഗ്രാമുകളൊക്കെ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്ത് മാക്സിമം ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ തുടർന്നും എല്ലാ പിന്തുണയും ആവശ്യപ്പെട്ടുകൊണ്ട് പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.